പോകുന്ന യാത്രയാണോ അല്ലെങ്കിൽ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണോ യാത്രയെ സുന്ദരമാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് ഇത് രണ്ടുമല്ല, നമ്മുടെ യാത്രയുടെ ലക്ഷ്യമാണ് പ്രധാനമെന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരു യാത്രയിലാണ് ഞാനിപ്പം. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഓട്ടോ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് പതിയെ എൻ്റെ യാത്രയുടെ തുടക്കം ആരംഭിച്ചു. ചെന്ന ഉടനെ തന്നെ ട്രെയിനിൽ കയറി കിടന്ന് ഉറങ്ങി, ഒറ്റ ഉറക്കം. കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ എവിടെ എത്തിയെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വേറെങ്ങുമല്ല, നമ്മുടെ പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിലെ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയേക്കുന്നത്. പതിയെ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തേണ്ട ഭയങ്കര സെറ്റപ്പ് ആയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനൊക്കെ. അങ്ങനെ പതിയെ ഇറങ്ങി പുറത്തേക്ക് ചെന്നപ്പോൾ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്തതുകൊണ്ടും സമയം രാത്രി ആയതുകൊണ്ടും അന്ന് തൃശ്ശൂർ ടൗണിൽ റൂം എടുത്ത് താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ നേരത്തെ തന്നെ എണീറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഡ്രസ്സൊക്കെ കൊള്ളാമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ ബസ് പിടിച്ച് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് യാത്ര തുടങ്ങി. ആ ബസ്സിൽ നിന്ന് നമ്മൾ ഇറങ്ങിയത് വേണ്ട തൃശ്ശൂരുള്ള കുന്നംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. കുന്നംകുളത്തുള്ള ആൾക്കാരും കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ യാത്രയുടെ ലക്ഷ്യസ്ഥാനമായ അർത്താറ്റ് ജംഗ്ഷനിലുള്ള ശ്രീ തിലകം ആർക്കേഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്താണെന്ന് നിങ്ങളിപ്പോൾ കണ്ടോ. എൻ്റെ പേര് രശ്മി. ഞാൻ ജയകൃഷ്ണൻ്റെ അമ്മയാണ്. ജയകൃഷ്ണൻ മലേഷ്യയിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഇൻസ്റ്റയിൽ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടാണ് ഞാൻ ഈ 2 വർഷത്തെ കോഴ്സ് പഠിക്കട്ടെ എന്ന് ചോദിച്ചത്. അപ്പോൾ ഓക്കെ, ടെക്നിക്കലായിട്ട് ആൾക്ക് അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റാണ്. എപ്പോഴും മെക്കാനിക്കും അതൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുന്ന ആളാണ്. അപ്പോൾ 2 വർഷത്തെ കോഴ്സാണല്ലോ, അപ്പോൾ പഠിച്ചോട്ടെ. അപ്പോൾ അതിൻ്റെ ഒരു വരുമാന മാർഗ്ഗം അവന് പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ ഓക്കെ. എന്നാലും നമ്മൾക്ക് ഇത്രയും പെട്ടെന്ന് ഒരു വരുമാന മാർഗ്ഗം വരുമെന്ന് പ്രതീക്ഷയില്ല. 1 വർഷം അവൻ തിയറീസ് എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ പ്ലേസ്മെൻറ്റ് കൊടുത്തു. അവിടെ തൊട്ടിട്ടേ പോക്കറ്റ് പണി കിട്ടി തുടങ്ങി. പിന്നെ ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു എറണാകുളത്തൊരു ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പോൾ സ്വന്തമായിട്ട് ഇപ്പോൾ സ്ഥാപനം ഇട്ടു. സന്തോഷം. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. മിലീഷയോട് താങ്ക് യു ഇതാണ് പറയാനുള്ളത്. ഗൈസ്, 3 വർഷം മുമ്പാണ് തൃശ്ശൂരുള്ള ജയകൃഷ്ണൻ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലുള്ള മിലീഷ്യ സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് സ്മാർട്ട് ഫോൺ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന് പറയുന്ന 2 വർഷത്തെ കോഴ്സ് പഠിക്കുന്നത്. പഠിച്ച് തീർന്ന ഉടനെ ഞങ്ങൾ പറഞ്ഞ കണക്ക് പ്ലേസ്മെൻറ്റ് കൊടുത്തു. 1-2 വർഷം ജോലി ചെയ്തപ്പോൾ തന്നെ ആൾക്ക് നല്ല ശമ്പളം കിട്ടാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നമായ സ്വന്തം സംരംഭത്തിലേക്ക് അദ്ദേഹം ഇന്ന് കടന്നിരിക്കുകയാണ്. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തു കൊടുത്തു. അപ്പോൾ വളരെ സന്തോഷമായിട്ട് ചടങ്ങിലൊക്കെ പങ്കെടുത്ത് ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.